വലത് കർണം തടിക്കുന്നവരോട് മറ്റേ കർണം കൂടി കാണിച്ചു കൊടുക്കുക. എന്താ ഉദ്ദേശിക്കുന്നത്? അവനെ തിരിച്ചടിക്കാനല്ല, ആണോ? പണ്ടത്തെ നിയമം അനുസരിച്ച് എന്താണ്? ഒരുത്തിനടിച്ച അവന് തിരിച്ചടിക്കണം. ഇപ്പൊ വലത് കർണം നമ്മുടെ അടിച്ചു കഴിഞ്ഞാൽ ഇടത് കർണം കാണിച്ചു കൊടുക്കണമെന്ന് പറയുന്നത്, കാണിച്ചു കൊടുക്കണമെന്നാണ് പറയുന്നത്. എന്താ കാണിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞു? അതായത് നീ അവനോട് ക്ഷമിക്കുക, എന്നിട്ട് പറയുന്ന എനിക്ക് ഇവിടെ അടിക്കണം, അടിച്ചോ. അവൻ അടിക്കാൻ സാധിക്കില്ല. കാരണം അവന്റെ മനസ്സിന് മാറ്റമുണ്ടാകുന്നത് നന്മ പ്രവൃത്തിയിലൂടെയാണ്. തിന്മ ചെയ്ത് കടന്നു വരുന്നവന് ഒരു നന്മ പ്രവൃത്തി നമ്മൾ ചെയ്യുമ്പോൾ അവന്റെ മനസ്സ് മാറും, അവന്റെ ഹൃദയം ഉരുകും. നമ്മൾ തന്നെ കണ്ടില്ല എത്രയോ പേര് സ്വന്തം മകനെ അടിച്ചു വന്നവനെ അമ്മ ആ മകന്റെ അടുത്ത് ചെന്നിട്ട് പറയും, എൻ്റെ മകനെ നിന്നോട് ഞാൻ ക്ഷമിക്കുന്നു എന്ന് പറയുമ്പോൾ ആ അമ്മയുടെ വാക്കിലൂടെ അവന്റെ ഹൃദയത്തെ തുളച്ചു കയറുക ചെയ്യുന്നത്. മാനസാന്തരത്തിന്റെ ഫലങ്ങൾ അവനിൽ നിറയുക. ക്ഷമിക്കാനുള്ള കൃപ മാത്രമല്ല, വേദന അവൻ ഉളവാക്കും. ഞാൻ ചെയ്തത് തെറ്റാണെന്ന് പറഞ്ഞു തരാൻ ഈ ലോകത്തൊരു മനുഷ്യനും ഉണ്ടായിരുന്നില്ല എന്നാണ് അവൻ പറയുന്നത്. പക്ഷേ ഇവിടെ ഈ അമ്മ ക്ഷമിച്ചപ്പോൾ അവന്റെ ജീവന്റെ വിലയെക്കുറിച്ച് അവന് മനസ്സിലാവും. അവന്റെ കണ്ണിൽ കണ്ണീരിലൊഴുകുന്ന രക്തധാരയായിട്ട് ഒഴുകും. കാരണം എന്താ? അവനോട് ക്ഷമിക്കാൻ പറ്റിയ ഒരു ഹൃദയം ഉണ്ടായിരുന്നു. അതുകൊണ്ടാ യേശു പറയുന്ന ഓരോ വാക്കുകൾക്കും വചനങ്ങൾക്കും അതിൻ്റെതായ വ്യക്തതയുണ്ട്, മൂല്യമുണ്ട്. ആ മൂല്യത്തെ മനസ്സിലാക്കാതെ വെറുതെ ആരെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞങ്ങ് പോകും. അപ്പൊ പ്രവൃത്തിപരത്തിൽ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരണം. 1 മൈൽ ദൂരം നടക്കണവരോട് 2 മൈൽ ദൂരം നടക്കണമെന്ന് പറഞ്ഞാൽ എന്താ? ക്ഷമയോടെ പോവുക. അത്ര എളുപ്പമല്ല. 1 മൈൽ പോയി കഴിഞ്ഞാൽ വീണ്ടും പോകാൻ നടക്കണം. ബുദ്ധിമുട്ടും പ്രയാസവും ഉണ്ടാവും ജീവിതത്തിൽ. ആ ബുദ്ധിമുട്ടും പ്രയാസവും സ്വീകരിച്ചേ പറ്റൂ. അതില്ലാതെ ഒരു മഹത്വത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ സാധിക്കില്ല. ആ സഹനമില്ലാതെ നമുക്ക് സന്തോഷത്തിലേക്ക് കടന്നു വരാൻ സാധിക്കില്ല. ആ സഹനമില്ലാതെ നമുക്കൊരു രോഗശാന്തിയും ഉണ്ടാവില്ല. പ്രൈസ് ദി ലോർഡ്. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ 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 ഹല്ലേലൂയ. നിന്റെ ഉടുപ്പ് കരസ്ഥമാക്കാനായിട്ട് ആഗ്രഹിക്കുന്നവരോട് നിന്റെ മേലങ്കിയൂടെ കൊടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വളരെ സുരക്ഷിതമായിട്ട് ഇരിക്കുന്നവനാണ്. എന്റെ ഉടുപ്പെന്ന് പറഞ്ഞാൽ ഒരു സുരക്ഷിതത്വമാണ്. ആ സുരക്ഷിതത്തെ കുറിച്ച് കർത്താവ് പറയുന്നത്. സംരക്ഷണത്തിന്റെ ഒരു വലയില്ല നമ്മൾ ഉടുപ്പിടുമ്പോൾ. ആ സംരക്ഷണം മറ്റുള്ള ആൾക്ക് ലഭിക്കാൻ അവൻ നമ്മിൽ നിന്ന് തട്ടിയെടുക്കുമ്പോൾ അവൻ ആ സംരക്ഷണം കിട്ടണമെങ്കിൽ അവനെ ഒന്നുകൂടി സംരക്ഷണത്തിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് സാധിച്ചാൽ അവനെ മാത്രമല്ല, അവന്റെ കുടുംബത്തെ മാത്രമല്ല, അവനായിരിക്കുന്ന എവിടെയെല്ലാം ആയിരിക്കുന്ന അവിടെയെല്ലാം അവൻ തന്നെ സംരക്ഷണം നൽകി മറ്റുള്ളവരെ സഹായിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞ ഓരോ വചനത്തിനും അതിൻ്റെതായ വ്യാഖ്യാനമുണ്ട്. കർത്താവ് പറഞ്ഞ എന്തുകൊണ്ടാണ്? നിങ്ങൾ സഹനത്തിലൂടെ കടന്നു പോകുമ്പോൾ, വേദനയിലൂടെ കടന്നു പോകുമ്പോൾ തീർച്ചയായും ദൈവം അവിടെ വന്ന് സഹായിക്കും. പിതാവായ ദൈവം ക്രിസ്തു കുരിശിൽ കിടക്കുമ്പോൾ പിതാവ് കൂടെ ചേർന്ന് നിന്ന സമയമാണത്. പിതാവ് ഒരിക്കലും ഈശോയെ ഉപേക്ഷിച്ചിട്ടില്ല. ഈശോ പറയുന്നുണ്ട്, പിതാവേ, എന്റെ പിതാവ് നീ എന്തുകൊണ്ട് എന്നെ ഉപേക്ഷിച്ചു? സമക്താനി എന്ന് പറഞ്ഞ് വിളിച്ചു പറയുന്ന കരയുന്ന ഈശോ. പക്ഷെ അവിടെ പിതാവായ ദൈവത്തിന്റെ സാന്നിധ്യം കൊണ്ട് നിറയുമ്പോഴാണ് ഈശോ കുരിശിൽ മരിക്കുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കർത്താവ് ഇവിടെ പിതാവായ ദൈവത്തോട് ചേരുകയാണ്. ഈ ഒരു സഹനമാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സഹനത്തിലേക്ക് നമ്മൾ സ്വീകരിക്കാൻ സാധിക്കണം. യേശുവിന്റെ സഹനത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് സഹനത്തെ സ്വീകരിക്കാൻ സാധിക്കുക. ശത്രുക്കളെ സ്നേഹിക്കാൻ പറഞ്ഞു. ആരാ ശത്രു? ഞാൻ മാറ്റി നിർത്തുന്നവനല്ലേ ശത്രു. അവൻ എന്നെ മാറ്റി നിർത്തുന്നതിനേക്കാൾ ഉപരിയായിട്ട് ഞാനല്ലേ അവനെ അല്ലെങ്കിൽ അവളെ മാറ്റി നിർത്തുന്നത്. ഒരിക്കലും അവർക്ക് നമ്മെ മാറ്റി നിർത്താൻ സാധിക്കില്ല. ആർക്കും നമ്മെ മാറ്റി നിർത്താൻ സാധിക്കില്ല. നമ്മെ എപ്പോഴും അവർ മാറ്റി നിർത്താനായിട്ട് സാധിക്കുന്നത് നാം തെറ്റിലേക്ക് വീഴുമ്പോഴോ നാം മോശമായി തീരുമ്പോഴോ അല്ലേ. ഏതെങ്കിലും ഒരു നല്ല വ്യക്തി ആരെങ്കിലും മാറ്റി നിർത്തുവോ? ചാലക്കുടിയിൽ ഒരു നമ്മൾ ചാലക്കുടി പൂലപ്പാട്ട് ചാലക്കുടിയിൽ ഒരു കണ്ടക്ടർ റിട്ടയർ ആയപ്പോൾ ആ ബസ്സിൽ യാത്ര ചെയ്യുന്ന എല്ലാവരും കൂടെ വന്ന് അദ്ദേഹത്തെ സ്വീകരിക്കുകയും അദ്ദേഹത്തിൽ അവർ കരയുക. ആ മനുഷ്യൻ എന്താ ചെയ്തത്? ആ മനുഷ്യൻ എല്ലാവരെയും കൂട്ടി ടിക്കറ്റ് കൊടുത്തേ, വേറൊന്നും ചെയ്തിട്ടില്ല. വെറും ടിക്കറ്റ് കൊടുത്ത മനുഷ്യൻ സന്തോഷത്തോടെ ടിക്കറ്റ് കൊടുക്കുന്നത്. അവരുടെ സൗകര്യമൊക്കെ ചോദിക്കുക ഇടയ്ക്ക്.
ചിലപ്പോൾ കണ്ടില്ലെങ്കിൽ മറ്റുള്ളവർ ചോദിക്കും എന്തേ കണ്ടില്ലല്ലോ, ഇന്ന് യാത്ര കണ്ട്, പല കാര്യങ്ങളും അദ്ദേഹം ചോദിക്കും. സന്തോഷത്തോടെ അവർക്ക് ടിക്കറ്റ് കൊടുത്തു. ഇത്രയേ ഉള്ളൂ, ടിക്കറ്റ് കൊടുത്ത് വർഷങ്ങളായിട്ട് ടിക്കറ്റ് കൊടുത്തതാണ്, വേറൊരു ബന്ധവും ഇല്ല. പക്ഷെ ആ മനുഷ്യൻ റിട്ടയർ ആകുമ്പോൾ അവർക്കൊരു സങ്കടം, വേദന, പ്രയാസം. എന്താണ്? അത്രമാത്രം ആ മനുഷ്യൻ അവരെ സ്നേഹിച്ചു എന്നുള്ളതാണ് തൻ്റെ പ്രവൃത്തിയിലൂടെ. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പ്രവൃത്തിയിലൂടെ മറ്റുള്ളവരെ സ്നേഹിക്കാൻ പറ്റി, അത് മതി. അവർ സ്നേഹിച്ചോ ഇല്ലയോ എന്നുള്ളതല്ല. അവരെന്നെ വെറുത്തോ, അവരെന്നെ മാറ്റി നിർത്തിയോ, ആരെല്ലാം എന്നെ മാറ്റി നിർത്തിയാലും നിനക്ക് സ്നേഹിക്കാൻ പറ്റുമോ? നിന്റെ ഉള്ളിൽ സ്നേഹത്തിന്റെ തരി ഉണ്ടെങ്കിൽ ആ സ്നേഹം കൊടുക്കാൻ നിനക്ക് പറ്റുമോ? അപ്പോഴാണ് നിനക്ക് സൗഖ്യമുണ്ടാകുന്നത്, അപ്പോഴാണ് നിന്റെ ഹൃദയം സന്തോഷം കൊണ്ട് തുടിക്കുന്നത്. ആ സന്തോഷമാണ് നമുക്ക് വേണ്ടത്. യേശുവിന്റെ സന്തോഷം അതാണ്. ആ സ്നേഹത്തിലേക്ക്, ആ സന്തോഷത്തിലേക്ക് എനിക്ക് പ്രവേശിക്കാൻ സാധിക്കണമെങ്കിൽ ആ സഹനം സ്വീകരിച്ചേ പറ്റൂ. ആ സ്നേഹത്തിൽ, സഹനത്തിലൂടെ വളർന്നേ പറ്റൂ. അപ്പോഴതിന് നാം ക്ഷമിക്കണം. ശത്രുവിനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞൊന്നുമില്ല. ആരെല്ലാം നമുക്കെതിരെ പ്രവർത്തിച്ചാലും ആ വ്യക്തിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ സാധിക്കട്ടെ. ഭർത്താവായിരിക്കാം, ഭാര്യയായിരിക്കാം, മക്കളായിരിക്കാം ശത്രുക്കൾ, അല്ലെ മാതാപിതാക്കളായിരിക്കാം ശത്രുക്കൾ, സഹോദരങ്ങളാകാം ശത്രുക്കൾ, അയൽമുഖക്കാരാകാം. വെറുതെ വഴിയെ പോയനൊന്നും ശത്രുവാവില്ല. ആരെങ്കിലും വഴിയെ പോയ ശത്രുവാണ്. നമ്മുടെ ശത്രു എന്ന് പറയുന്നത് ആരാ? നമ്മുടെ ഏറ്റവും അടുത്ത ആളല്ലേ ശത്രു, അല്ലേ? ഹലോ, ശരിയല്ലേ? നമ്മുടെ ഏറ്റവും അടുത്ത ആളല്ലേ, നമ്മളെ ഏറ്റവും അടുത്ത് ബന്ധപ്പെട്ടിട്ടുള്ള ആളല്ലേ ശത്രുവാകുന്നത്? അല്ല വഴിയെ പോയവനാണ് ശത്രു? അല്ലല്ലോ, ഒരിക്കലും അല്ല. അതാ കർത്താവ് പറഞ്ഞത്, ശത്രുവിനെ സ്നേഹിക്കാൻ, നിന്റെ കരളിനെ, നിന്റെ ചങ്കിനെ സ്നേഹിക്കാൻ. അവൻ ചങ്കായിരുന്നു, കരളൊക്കെ ആയിരുന്നു പണ്ടേ, ഇപ്പോഴാ ശത്രുവായ. ഒരു വാക്ക് മൂലമാ. അല്ലെ അവൻ എന്തെങ്കിലും സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിട്ടുണ്ടാവും, അല്ലെ അവനൊന്നും പറഞ്ഞിട്ടുണ്ടാവില്ല. അവൻ പറഞ്ഞു എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് മറ്റുള്ളവർ നമ്മെ അവനെ ശത്രുവാക്കി മാറ്റിയിട്ടുണ്ടാവും. കണ്ടോ, ശത്രു അങ്ങനെയാണ് ഉണ്ടാകുന്നത്, സാധാരണ ഇതിലുണ്ടാകുന്നത്. ഒരിക്കലും ശത്രു നേരെയല്ല ഉണ്ടാകുന്നത്. ഏതെങ്കിലും ഒരുത്തം പറയും, അവൾ പറയും, ആ നിന്നിവിടെ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്, പെരുമാറി. അവനോ അവളോ അങ്ങനെയാ? ആ അങ്ങനെ പറഞ്ഞ് അവസാനം അത് ശരി, അപ്പൊ അവനങ്ങനെ ചെയ്തല്ലേ, അവളങ്ങനെ ചെയ്തല്ലേ. ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല. ഈ പറഞ്ഞ ആള്, ഞാൻ പറഞ്ഞ ആദ്യത്തെ വാക്ക് ഉപയോഗിച്ച് കൊലപ്പെടുത്തുകയാണ്, ശത്രുവിനെ ഉണ്ടാക്കുക ചെയ്തത്. പ്രിയമുള്ളവരെ, അങ്ങനെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ആരെങ്കിലും ശത്രുവായിട്ട് മാറി നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരിട്ട് എന്ന് ആ വ്യക്തിയോട് സംസാരിക്കുക. കാര്യത്തിന്റെ ഗൗരവം മനസ്സിലാവും, സത്യാവസ്ഥ മനസ്സിലാവും. ഈ സത്യാവസ്ഥ മനസ്സിലാകാതെ മൂന്നാമൻ പറയുമ്പോൾ അത് മാറി, അവിടെ സത്യമൊന്നും ഉണ്ടാവില്ല, മുഴുവൻ നുണയായിരിക്കും. ഇങ്ങനെയല്ലേ നമ്മുടെ ജീവിതത്തിൽ ശത്രുക്കൾ ഉണ്ടാകുന്നത്. എന്നിട്ട് പിന്നെ ആ മനുഷ്യൻ അതുവരെ അടയും ചക്കരയായിട്ട് ജീവിച്ചിരുന്ന ആളാണ്. പിന്നെ ശത്രു എന്ന് പറഞ്ഞാൽ പിന്നെ കണ്ടാലും ഗൗരവം മാത്രം മാറ്റി നിർത്തും, കേസ് കൊടുക്കും, പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാക്കും. അങ്ങനെ ശരിക്കും അകന്നു പോവും. ഒരു വാക്ക് സംസാരിക്കാൻ നമ്മൾ ഇടം കൊടുത്തിരുന്നെങ്കിൽ നമുക്കൊരു ശത്രു ഉണ്ടാവില്ലായിരുന്നു, ഒരു ശത്രുത ഉണ്ടാവില്ലായിരുന്നു. 5 രൂപയുടെ കാര്യത്തിലായിരിക്കും, 5 പൈസയുടെ പേരിൽ ശത്രുക്കളായവരുണ്ട്. ഓർത്തു നോക്കി, നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഓർക്കുക, ആരാണ് എൻ്റെ ശത്രു? എൻ്റെ ശത്രു എന്ന് പറയുന്നത് എൻ്റെ ഏറ്റവും അടുത്ത മിത്രമാണ്. ആ മിത്രത്തെ ഞാൻ അകറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ എൻ്റെ കഴിവുകേട് കൊണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ മൂലമാണ്, എൻ്റെ വാക്ക് മൂലമാണ്, എൻ്റെ ചിന്ത മൂലമാണ്, എൻ്റെ പ്രവൃത്തി മൂലമാണ് ഞാൻ ആ വ്യക്തിയെ മാറ്റി നിർത്തിയത്. ആ വ്യക്തി ഉപദ്രവിച്ചിട്ടല്ല. ഇനി ഉപദ്രവിച്ചാൽ പോലും അതിന് എന്തെങ്കിലും കാരണമുണ്ടാവും. ഉപദ്രവിച്ചതായിരിക്കില്ല, നമ്മെ രക്ഷപ്പെടുത്താൻ വേണ്ടി ചെയ്തതായിരിക്കും. ഞാൻ ഒരു ചെറിയൊരു ഉദാഹരണം പറഞ്ഞിട്ട് ഞാൻ നിർത്താം. ഇതൊരു ചെറിയൊരു ഉദാഹരണം. അതായത് വഴിയിൽ നിങ്ങൾ നിൽക്കുകയാണ്, നിങ്ങളുടെ തൊട്ട് മുന്നിൽ ഒരു ആൺകുട്ടി, ഒരു ചെറുപ്പക്കാരൻ നിൽക്കുകയാണ്. ചെറുപ്പക്കാരൻ്റെ തൊട്ട് മുന്നിൽ ഒരു സ്ത്രീ നിൽപ്പുണ്ട്. അവർ റോഡ് ക്രോസ് ചെയ്യാൻ നിൽക്കുന്നതാണ്. അവർ പെട്ടെന്ന് മൊബൈലിലൊക്കെ നോക്കി പെട്ടെന്ന് അവരങ്ങോട്ട് ക്രോസ് ചെയ്യാൻ പോകുമ്പോഴാണ് ഒരു വണ്ടി വളരെ സ്പീഡിൽ കടന്നു വരിക. പെട്ടെന്ന് ഈ പറയുന്ന മനുഷ്യൻ എന്ത് ചെയ്യും? ആ സ്ത്രീയുടെ കയ്യിൽ പിടിച്ച് വലിക്കുന്നു പുറകോട്ട്. ആ ഒരൊറ്റ സെക്കൻഡിൽ ആ ശരിക്കും പറഞ്ഞാൽ അയാൾ ആ സ്ത്രീയുടെ ജീവൻ രക്ഷിക്കുകയാണ് ചെയ്തത്. പക്ഷേ അവിടെ നടന്നത് എന്താണെന്നറിയാവോ? ആ സ്ത്രീ തിരിഞ്ഞു നിന്നിട്ട് അവിടെ നിന്ന് വിളിച്ചു പോവി, ഇയാളെന്നെ കയറി പിടിച്ചു. തീർന്നോ? സംഭവം തീർന്നു. ആ മനുഷ്യൻ്റെ ജീവിതം മുഴുവൻ തീർന്നില്ലേ? ഒരു നല്ലൊരു ചെറുപ്പക്കാരൻ, കല്യാണം കഴിക്കാൻ പോണ ചെറുപ്പക്കാരന്, അവൻ്റെ പേര് പോയില്ലേ, അവൻ്റെ ജീവിതം നഷ്ടപ്പെട്ടില്ലേ, പിന്നെ അവൻ ജീവിച്ചിരുന്നിട്ട് എന്താ കാര്യം? നോക്കിയേ, ആ മനുഷ്യൻ എന്താ ചെയ്തത്?
ഒരു ജീവൻ രക്ഷിച്ചു. ജീവൻ രക്ഷിച്ചപ്പോൾ അവനെന്താ കിട്ടിയത്? പേരുദോഷം. അവൻ്റെ പേരും പോയി, അവനെ സ്നേഹിച്ചവരും നഷ്ടപ്പെട്ടു, അവൻ്റെ ജീവിതം മുഴുവൻ നഷ്ടപ്പെട്ടില്ല, അവൻ ജയിലിലും ആവും വേണമെങ്കിൽ. ഇതാ നമ്മൾ ശ്രദ്ധയോടെ ആയിരിക്കും എന്ന് പറയുന്നത്. നമ്മളെ ജീവൻ രക്ഷിച്ചു കഴിഞ്ഞപ്പോൾ അതിന് നന്ദി പറയേണ്ടതിന് പകരം ഉടനെ കയറി. അപ്പോൾ ആരുടെ മനസ്സാണ് ദുഷിച്ചത്? ഓരോ വ്യക്തികളും നമ്മൾ എടുത്തു നോക്കണം. പ്രിയമുള്ളവരെ, നമ്മൾ പ്രാർത്ഥിക്കേണ്ട സമയം അല്ലെങ്കിൽ അതിക്രമിച്ചു. കാരണം അത്രമാത്രം തിന്മകൾ ഈ ലോകത്തിൽ വന്ന് മനസ്സ് നിറയെ തിന്മകളും കൊണ്ട് നടക്കുന്ന വ്യക്തികളാണ്. അവരാരെ കണ്ടാലും തിന്മയാണ്, അവർക്ക് നന്മ കാണാൻ പറ്റുന്നില്ല. പ്രിയമുള്ളവരെ, നമുക്ക് നന്മ കാണാൻ സാധിക്കട്ടെ. നന്മയുടെ ഉറവിടങ്ങളായി മാറട്ടെ നാം എല്ലാം. അപ്പോൾ നന്മയുടെ ഉറവിടമാകണമെങ്കിൽ ക്രിസ്തുവിനെ മുറുകെ പിടിച്ചേ പറ്റൂ, പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചേ പറ്റൂ. നമുക്ക് ഇപ്പോൾ ഈശോ നമ്മുടെ അടുത്തേക്ക് കടന്നു വരാൻ പോകണം. അപ്പത്തിൻ്റെ രൂപത്തിൽ ഈശോ കടന്നു വരുമ്പോൾ ഈ ഒരു ബോധ്യത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കും. കർത്താവേ, നിൻ്റെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളിലേക്ക് അയച്ച് ഈ ബോധ്യം നൽകി അനുഗ്രഹിക്കണമേ. എൻ്റെ നാവിനെ നിയന്ത്രിക്കാൻ, എൻ്റെ ചിന്തയെ നിയന്ത്രിക്കാൻ, എൻ്റെ പ്രവൃത്തിയെ നിയന്ത്രിക്കാൻ, മറ്റുള്ളവർക്ക് നന്മയ്ക്ക് ഉപകരിക്കുന്ന വിധത്തിൽ സംസാരിക്കാൻ, മറ്റുള്ളവർക്ക് നന്മയ്ക്ക് ഉപകരിക്കുന്ന വിധത്തിൽ ചിന്തിക്കാൻ, മറ്റുള്ളവർക്ക് നന്മ ചെയ്യാൻ എന്നെ നീ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതിനായിട്ട് കർത്താവിനെ നമ്മുടെ അടുത്തേക്ക് നമുക്ക് സ്വീകരിക്കാം.